ദേവയാനി ചരിതം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യയാതി മഹാരാജാവിന്റെയും ദേവയാനിയുടെയും വിവാഹത്തെക്കുറിച്ചാണ് കണ്ടത്. കാലാന്തരത്തിൽ അവർക്ക് 2 മക്കളും ഉണ്ടായി. മക്കളുണ്ടായതിനു ശേഷം ദേവയാനിക്ക് ശർമ്മിഷ്ഠയോടുള്ള വൈരാഗ്യത്തിൽ കുറവ് വന്നു. അവളെ ദാസീപദത്തിൽ നിന്നും ദേവയാനി മുക്തയാക്കി. പക്ഷേ യയാതി മഹാരാജാവിന് ശർമ്മിഷ്ഠയെ ആദ്യം കണ്ട മാത്രയിൽ തന്നെ അവളോട് അനുരാഗം തോന്നിയിരുന്നു. പക്ഷേ ദേവയാനിയെയും ശുക്രാചാര്യരെയും ഭയന്ന് അദ്ദേഹം അതാരോടും പറഞ്ഞിരുന്നില്ല. ഒരിക്കൽ ഋതുസ്നാനവും കഴിഞ്ഞ് കുളിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ശർമ്മിഷ്ഠയെ യയാതി കാണുവാനിടയുണ്ടായി. അവളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ എല്ലാ വികാരങ്ങളും പുറത്തു വന്നു. തന്റെ പ്രണയാഭ്യർത്ഥന അവളോട് അദ്ദേഹം നടത്തി. ശർമ്മിഷ്ഠയും എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവർ തമ്മിലുള്ള രഹസ്യബന്ധം തുടർന്നു. യയാതിക്ക് ശർമ്മിഷ്ഠയിൽ ഒരു പുത്രനുമുണ്ടായി. ദേവയാനി ശർമ്മിഷ്ഠയ്ക്ക് എങ്ങനെയാണ് പുത്രനുണ്ടായതെന്ന് അവളോട് ചോദിച്ചപ്പോൾ ഒരു ഗന്ധർവനിലൂടെയാണ് തനിക്ക് പുത്രനുണ്ടായതെന്ന് ശർമ്മിഷ്ഠ കള്ളം പറഞ്ഞു. പിന്നീട് 2 പുത്രന്മാർ കൂടി അവർക്കുണ്ടായി. അങ്ങനെ താമസിയാതെ ശർമ്മിഷ്ഠയുടെയും യയാതി മഹാരാജാവിന്റെയും രഹസ്യവേഴ്ചയെക്കുറിച്ച് ദേവയാനി അറിഞ്ഞു. ഒരവസരം കിട്ടുമ്പോൾ അവളെ പിടിക്കുവാനായി ദേവയാനി തക്കം പാർത്തിരുന്നു. അതെങ്ങനെയെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.